മത്തായി സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 19 വരെ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. For our short meditation today, let's turn our attention to Gospel according to Matthew chapter 16 verse 15 to 19, verses 15 to 19. He said to them, "But you, who do you say that I am?" And Simon Peter answered and said, "You are the Christ, the Son of the living God." Jesus answered and said to him, "Blessed are you, Simon Bar-Jonah, for flesh and blood has not revealed this to you, but my Father who is in heaven. And I also say to you that you are Peter, and on this rock I will build my church, and the gates of the Hades shall not prevail against it. And I will give you the keys of the kingdom of heaven, and whatever you bind on earth will be bound in heaven, and whatever you loose on earth will be loosed in heaven." യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അനവധി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യേശു കർത്താവിന്റെ മിനിസ്ട്രിയിലൂടെ അന്ധൻ കാണുകയും ചെകിടൻ കേൾക്കുകയും ഊമർ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതിയാതീതമായ സൂപ്പർ നാച്ചുറലായ അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യേശു കർത്താവും ശിഷ്യഗണങ്ങളും ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തേക്ക് യാത്ര ചെയ്തു. ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് യേശു കർത്താവും ശിഷ്യഗണങ്ങളും നിൽക്കുന്ന സമയത്ത് പതിവില്ലാത്ത ഒരു ചോദ്യം, സ്ഥിരം പോകാത്ത പതിവില്ലാത്തൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് യേശു കർത്താവ് ചോദിക്കുകയാണ്, "നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു?" എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് യേശുവിനോട് ഉത്തരം പറയുകയാണ്, "നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു" എന്ന് ഉത്തരം പറഞ്ഞു. ആ സമയത്ത് 17-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവനോട് ഉത്തരം പറഞ്ഞത്, "ബെറയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്." അതിശക്തമേറിയ അതിപ്രധാനപ്പെട്ട ഒരു വലിയ വെളിപ്പാടാണ് അപ്പോസ്തലനായ പത്രോസ് അവിടെ പ്രഖ്യാപിച്ചത്, വെളിപ്പെടുത്തിയത്. വാസ്തവത്തിൽ യേശുവിനെ അത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. യേശു കർത്താവ് ആ ചോദ്യം അവിടെ ചോദിച്ചപ്പോൾ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഇരമ്യാ പ്രവാചകനെന്നും മറ്റു ചിലർ മരിച്ചവരിൽ നിന്നും ഏതോ ഒരു പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്നുമൊക്കെ പ്രസ്താവിക്കുമ്പോൾ അറിവിൽ നിന്നും അളന്ന അളവിൽ നിന്നുമൊക്കെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടുമായി വെളിപ്പെടുത്തലുമായി രംഗത്ത് വരികയും ആ വെളിപ്പെടുത്തലുകൾ നടത്തിയതിനു ശേഷം ആ മനുഷ്യൻ വ്യത്യസ്തനാകുകയും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈവശമുള്ളവനായി തീരുകയും ചെയ്യുന്ന അതിശക്തമേറിയ വെളിപ്പാടിന്റെയും കൈമാറ്റത്തിന്റെയും ഒരു സാഹചര്യമാണ് നാം ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്നത്. The context of this passage is that Jesus and his disciples are at the Caesarea of the Philippi, and Jesus is in an unusual place asking an unusual question. Who do you think and who do you say that I am? There are many answers, and one person stood forward. Peter stood forward and said, "You are Son of the living God, Jesus Christ, the Son of the living God." And
Jesus was almost amazed at this answer and said, it's not the flesh and blood, but it is the Heavenly Father who revealed this to you. And many other people who were around Jesus and around the disciples, and these people said answers according to their own understandings, their own comprehension. But this man Peter, out of nowhere, he gets a revelation from heaven, from the Heavenly Father, and that one answer totally changes that person's life. He gets the keys of heaven, and he is in another level. And that is the kind of situation we read here. Peter gets the keys of heaven, and that is the revelation which was revealed by the Father, and Peter gets into another level. ഞാൻ എപ്പോഴും എല്ലാ സഭായോഗങ്ങളിലും മിക്ക മീറ്റിങ്ങുകളിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്ന ഒരു സത്യമുണ്ട്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ദാറ്റ്സ് എ റിലേഷൻഷിപ്പ്, ദാറ്റ്സ് എ റെവലേഷൻ അബൌട്ട് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. യേശു ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയ, വെളിപ്പാടിലൂടെ ലഭിച്ച ഒരാഴമേറിയ ആത്മബന്ധം. ആ ബന്ധമെന്ന് പറയുന്നത് അതിശക്തമാണ് പ്രിയരെ. ഈ ഭൂമിയിൽ രണ്ട് കാര്യങ്ങളിലൂടെയാണ് യേശു തന്റെ സഭയെ പണിയുന്നത്. ഇവിടെ പത്രോസിനോട് തന്നെ യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എവിടെയാണ് യേശു കർത്താവ് സഭയെ പണിയുന്നത്? ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു പരാമർശിച്ചിരിക്കുന്നത് പത്രോസിനെ കുറിച്ചാണോ? അല്ല. ആ പാറ പീറ്ററാണോ? ഒരിക്കലുമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പാറ ക്രിസ്തുവാകുന്ന പാറയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാകുന്ന പാറയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ സഭയെ ബിൽഡപ്പ് ചെയ്യുന്നത് റെവലേഷനിലൂടെയും റിലേഷൻഷിപ്പിലൂടെയുമാണ്. ഈ രണ്ട് പദങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ ചേർത്ത് പറയാമോ? റെവലേഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. ലൈവ് ചാറ്റ് ബോക്സിൽ എഴുതി വിടാൻ പറ്റുന്നവർ എഴുതി വിടാമോ? റെവലേഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. ക്രിസ്ത്യ ജീവിതം ഇത് രണ്ടും മാത്രമാണ്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ബന്ധമാണ്, ദൈവത്തോടുള്ള ബന്ധമാണ്, സഹജീവികളോടുള്ള ബന്ധമാണ്, സഹപ്രവർത്തകരോടുള്ള ബന്ധമാണ്. ബന്ധത്തിലൂടെയാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. എന്നാൽ ആ ബന്ധം എന്ന് പറയുന്നത് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത് ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവത്തോട് നമുക്ക് ആ ബന്ധമുണ്ടാകണമെങ്കിൽ നമുക്ക് ഒരറിവുണ്ടായാൽ പറ്റില്ല. നമുക്ക് അവനെക്കുറിച്ച് ആഴമേറിയ ഒരു വെളിപ്പാട് തന്നെ ലഭിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എപ്പോഴും ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, പീറ്റർ അവിടെ പറയുന്നത് ഇൻഫർമേഷൻ അല്ല. വാസ്തവത്തിൽ ഞാനവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, പലരും അവിടെ പറഞ്ഞത് ഇൻഫർമേഷൻസ് ആണ്. ചിലർ ഏലിയാവെന്ന് പറഞ്ഞില്ലേ, ഇൻഫർമേഷൻ ആണ്. കാരണം ഏലിയാവായിരുന്നു അതിശക്തമായി പ്രവചിച്ചുകൊണ്ടിരുന്ന പ്രവാചകൻ. യേശുവും പ്രൊഫസി പറയുന്നുണ്ട്. ചിലർ പറഞ്ഞില്ലേ ജെറമ്യായാണെന്ന്. ജെറമ്യായാണെന്ന് ആ ജനക്കൂട്ടം പറയാനുള്ളതിന്റെ, യേശുവിനെ അങ്ങനെ പറയാനുള്ളതിന്റെ കാരണം ജെറമ്യായാണ് ആ കാലഘട്ടത്തിൽ പഴയ പ്രവാചകന്മാരിൽ അതിശക്തമായി മുഖം നോക്കാതെ ശക്തമേറിയ പ്രവചനങ്ങൾ ഇസ്രായേലിനോടും ലോകത്തോടും അറിയിച്ചുകൊണ്ടിരുന്നത്. ചിലർ പറഞ്ഞില്ലേ യോഹന്നാൻ സ്നാപകനാണ് യേശു ക്രിസ്തു, യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണെന്ന്. അതിന്റെ കാരണം ഇൻഫർമേഷൻ ആണ്. കാരണം അന്നത്തെ കാലത്ത് ശിഷ്യന്മാരുണ്ടായിരുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്നാപക യോഹന്നാനാണ്. ഇപ്പോൾ യേശുവിനും ആരുണ്ട്? ശിഷ്യന്മാരുണ്ട്. അപ്പൊ ഈ പലയിടത്തുനിന്നും കേട്ട, പലരിൽ നിന്നും കേട്ട ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ചിലർ യേശുവിനെ ഏലിയാവെന്നും ചിലർ ഇരമ്യാവെന്നും ചിലർ യോഹന്നാൻ സ്നാപകനെന്നും പറഞ്ഞ് പ്രസ്താവിച്ചത്. പക്ഷെ പീറ്റർ അവിടെ പറഞ്ഞത്, പത്രോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞത് ഒരു ഇൻഫർമേഷൻ അല്ല, ഒരു റെവലേഷനാണ്. കാരണം ഇൻഫർമേഷൻ എപ്പോഴും നമുക്ക് ലഭിക്കുന്നത് മൈൻഡിലാണ്, നമ്മളുടെ ബുദ്ധിയിലാണ്, നമ്മളുടെ ചിന്തയിലാണ്. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് തീയിലോട്ട് നമ്മൾ തൊടാൻ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇൻഫോം ചെയ്യും, തൊടരുത്, കൈ പൊള്ളും. വെള്ളത്തിലേക്ക് ചാടാൻ പോകും, വീഴുമെന്ന് തോന്നുമ്പോൾ നമ്മളെ പുറകോട്ട് നമ്മുടെ കാല് വലിക്കും. കാരണം നീന്തൽ അറിയത്തില്ലെങ്കിൽ വെള്ളത്തിൽ വീണാൽ വെള്ളം കുടിച്ച് ചത്തുപോകുന്നു നമ്മുടെ മൈൻഡ് പറയും. ഇൻഫർമേഷൻ എപ്പോഴും നമ്മുടെ മൈൻഡിലേക്കാണ് കടന്നു വരുന്നത്. പക്ഷെ റെവലേഷൻ വരുന്നത് മൈൻഡിലല്ല, റെവലേഷൻ വരുന്നത് നിങ്ങളുടെ ആത്മാവിലാണ്.
ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ വിശ്വസിക്കേണ്ടത് നിന്റെ തല കൊണ്ടല്ല, ദൈവത്തെ വിശ്വസിക്കേണ്ടത് നിന്റെ ആത്മാവ് കൊണ്ടാണ്. ദൈവത്തെ വിശ്വസിക്കേണ്ടത് നിന്റെ ബുദ്ധി കൊണ്ടല്ല, ദൈവത്തെ അളക്കേണ്ടത് നിന്റെ ബുദ്ധി കൊണ്ടല്ല. ദൈവത്തെ വിശ്വസിക്കേണ്ടതും ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയേണ്ടതും അകത്ത മനുഷ്യനിലാണ്, ആത്മമനുഷ്യനിൽ നിന്നുമാണ്. Christianity is not a religion, it is a relationship. It is a revelation of Jesus Christ that is happening to a man. Jesus builds the church. That's what we read here. Jesus is building the church, and it is built on the rock that is Jesus Christ himself. And God builds the church through revelation and relationship. God builds the church through revelation and relationship. It's a relationship. We have a relationship with God, and we have a relationship with our fellow human beings and the fellow churchcomers. So that is the kind of relationship which we have. And Peter is not saying this out of his understanding or from the information he has gathered from somewhere. No, because the people around him were telling about Jesus Christ from the information they have. They say that Jesus Christ is Elijah because he was a powerful prophet. They say that Jesus Christ could be Jeremiah because he was not looking at anyone's faces and he was powerfully prophesying irrespective of who they are. And they say that he is John the Baptist. Why? Because John has disciples, so is Jesus Christ. So these are different opinions which they have formed out of the information they gathered. But Peter is not saying any of these. Peter is saying things out of revelation. And information happens at our mind. All the things we receive and perceive from the world, yes, and we say that out of our mind. Amen. But revelation comes out of the inner man, from our spirit. And today, as the pastor said, if you are a believer of Jesus Christ, you need to believe Jesus Christ from your inner person, from your spirit. Then only Christianity can become any sort of meaning for you. ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു ദൈവപുരുഷൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദ ഇൻഫർമേഷൻ ദാറ്റ് വി റിസീവ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ടു ഗൈഡ് us. On the other hand, the divine revelation that we receive can and will transform us. നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനുകൾ നമ്മളെ അതിലേക്ക് നയിക്കും. ഇപ്പം നിങ്ങൾ ഒരു ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ അവിടെ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. ഒരു എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ എവിടെയാണ് ആ സ്ഥാപനമുള്ളത്, അല്ലെങ്കിൽ ആ ഓഫീസ് എവിടെയാണ്. ആ ഇൻഫർമേഷൻ സെൻ്ററിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ ലീഡ് ചെയ്യും, നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത് നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ റെവലേഷൻ എന്ന് പറയുന്നത്, ദ റെവലേഷൻ ദാറ്റ് വി റിസീവ് can and will transform us. വെളിപ്പാടെന്ന് പറയുന്നത്, ദൈവികമായ വെളിപ്പാടെന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ഗൈഡ് ചെയ്യുന്നതല്ല. ദൈവികമായ വെളിപ്പാടെന്ന് പറയുന്നത് അത് നമ്മളെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യും, നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഒരിക്കലും ഒരു ഇൻഫർമേഷനുകളും നമ്മളെ രൂപാന്തരപ്പെടുത്തുകയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, എനിക്ക് ഒത്തിരി പേരുടെ അനുഭവങ്ങൾ അറിയാം. മദ്യപാനത്തിന്റെ പിടിയിൽ അകപ്പെട്ടിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് ചിലരെ. അവരെ കൗൺസിൽ ചെയ്യാറുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് മദ്യം വിഷമാണ്, കുടിക്കരുത്, മദ്യം കഴിക്കരുത്, അങ്ങനെയൊക്കെ ഒത്തിരി ഇൻഫർമേഷൻ ഇവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ആ മദ്യം കഴിച്ചാൽ സുബോധം നഷ്ടപ്പെട്ടാൽ കുടുംബജീവിതം തകരുമെന്നും, അല്ലെങ്കിൽ നിന്റെ ജീവിതം ഫെയിലിയർ ആകുമെന്നും, ലിവറിനെ ബാധിക്കുമെന്നും, ലിവർ സിറോസിസ് പിടിക്കുമെന്നും, സ്തോത്രം, അകാലപ്രജ പോലെ മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായ ഇൻഫർമേഷനുകൾ ഇവർ കേട്ടിരുന്ന് തലകുലുക്കാറുണ്ട്. തലകുലുക്കി ഇവിടുന്ന് പോയിട്ട് 1 മണിക്കൂറിനകത്ത് അവർ കുടിക്കാറുണ്ട്. പ്രൈസ് ഗോഡ്. കാരണം ഇൻഫർമേഷനുകളൊന്നും ഒരിക്കലും ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യില്ല. മാക്സിമം 3 days or 5 days അവരത് കേൾക്കും, തലകുലുക്കും, പോകും, അവർ ചെയ്യാന്നൊക്കെ പറയും. മാക്സിമം അവർ 4-5 ദിവസം ശ്രമങ്ങളൊക്കെ നടത്തും, പിന്നെയും അവർ ആ പഴയ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ അകത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കയറിയാൽ അത്
തെറ്റാണ്, മദ്യം കഴിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ആ പാപം ചെയ്യുന്നത് ദൈവമുമ്പാകെ ശരിയല്ല, അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണ്, അത് നല്ലൊരു കാര്യമല്ല, അതിന്റെ നിത്യത നഷ്ടപ്പെടുത്തുന്നതാണ്, അതിനെ നരകത്തിലേക്ക് തള്ളിവിടുന്നതാണ്, അതിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്നതാണ്, അതിന്റെ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ന വെളിപ്പാട് ഒരു മനുഷ്യന്റെ അകത്ത് കയറിയാൽ ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ, ആ മനുഷ്യന്റെ ലൈഫ് കംപ്ലീറ്റ്ലി രൂപാന്തരപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, പൂർണ്ണമായി രൂപാന്തരപ്പെട്ടിരിക്കും. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന പല ആൾക്കാരും പല ഇൻഫർമേഷന്റെയും അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളെയും അവർ ജഡ്ജ് ചെയ്യുന്നത്. പല ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് പലരുടെയും വിശ്വാസ ജീവിതം പോലും. ഇനി ഞാൻ ആ ഭാഷ പ്രസംഗം കേൾക്കുന്നില്ല, അങ്ങാരെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടു, ഞാൻ ഇനി ആ ചർച്ചിലോട്ട് പോകുന്നില്ല, ഞാൻ ആ ചർച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ അറിഞ്ഞു. ആരൊക്കെയോ അറിഞ്ഞ ഇൻഫർമേഷനുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തി മുൻപോട്ട് പോകുന്നവരാകാതെ ജീവിതത്തിൽ വ്യക്തികളെ അനുഭവിച്ചറിയുക, ബന്ധങ്ങളെ അനുഭവിച്ചറിയുക, ആ വ്യക്തിയെ നിങ്ങൾ അടുത്തറിയുക, ആ സഭയെ നിങ്ങൾ അടുത്തറിയുക. അടുത്തറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളായിരിക്കും യാഥാർത്ഥ്യം, ആ അനുഭവങ്ങളായിരിക്കും സത്യം. നാട്ടുകാര് പറയുന്നതല്ല. നാട്ടുകാർ ഏലിയാവെന്ന് പറയും, നാട്ടുകാർ ഇരമ്യാവെന്ന് പറയും, നാട്ടുകാർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയും, നാട്ടുകാരങ്ങനെ പലതും പലതും പറയും. പക്ഷേ ദൈവത്തെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബന്ധങ്ങളെ കുറിച്ചുമൊക്കെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ, പ്രാർത്ഥനയിൽ അനുഭവിച്ചറിഞ്ഞ, ആഴമേറിയ വെളിപ്പാടുകളിൽ നിലകൊള്ളുന്നവർ, ജീവിക്കുന്നവർ ആ ബന്ധം മരണം വരെ സൂക്ഷിക്കും. അത് ദൈവത്തോടുള്ള ബന്ധമാണെങ്കിൽ മരണത്തിനപ്പുറവും ആ ബന്ധം തുടരും. മരണത്തിനപ്പുറവും ആ ബന്ധം തുടരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് എല്ലാ കാലത്തും അപ്പോസ്തലൻ താൻ ജീവിച്ച, താൻ ശുശ്രൂഷിച്ച കാലയളവിലെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന യേശുവിനെ കുറിച്ചുള്ള ഇൻഫർമേഷനുകളിൽ ഇവർ നിൽക്കണമേ എന്നുള്ളതല്ല. കർത്താവെ, എഫെസോസിലെ സഭയ്ക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കണം എന്നല്ല പൗലോസ് പ്രാർത്ഥിച്ചത്. കുറച്ചും കൂടെ ആഴമായിട്ട് ഇവർ പഠിച്ച്, ചിലർ പറയത്തില്ലേ, അങ്ങ് പഠിച്ചങ്ങ് ഞാനങ്ങ് വചനത്തിന്റെ ആഴത്തിലിറങ്ങി പിന്നെ കയറാൻ വയ്യാത്ത രീതിയിൽ വചനത്തിന്റെ ആഴത്തിലിറങ്ങി അങ്ങ് മുങ്ങിപ്പോയി, പിന്നെ പൊങ്ങി വരാനേ പറ്റുന്നില്ല, ആഴത്തിൽ പോയില്ലേ. അതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം, അതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനോടുള്ള ബന്ധമാണ്, യേശുവിൻ കൂടുള്ള യാത്രയാണ്. അതൊരു ബന്ധമാണ് പ്രിയരെ. ആ ബന്ധമില്ലാതെ നീ വചനത്തിന്റെ ആഴത്തിൽ പോയിട്ട് എന്നാ കാര്യം? കർത്താവിനോടും പരിശുദ്ധാത്മാവിനോടും ബന്ധമില്ലാതെ, കൂട്ടായ്മയില്ലാതെ, ആഴങ്ങളിലോട്ട് പോയേച്ച് കയറി വരാൻ പറ്റാതെ കിടന്ന് കൈയും കാലും അടിച്ചിട്ട് എന്നാ ഗുണം? ഒരു ഗുണവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ഇരുന്നു കൊണ്ട് കരങ്ങളെ ഉയർത്തി, യേശുവേ അങ്ങേ ആഴമായിട്ട് വെളിപ്പെടുത്തി തരണമേ, പരിശുദ്ധാത്മാവെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ എന്നെ നയിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? പൗലോസ് പ്രാർത്ഥിച്ചു. എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന് 8-9 വാക്യങ്ങൾ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ എന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അതിന്റെ 14 മുതൽ ഒന്ന് വായിച്ചേ. 14 മുതൽ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അപ്പോസ്തലനായ പൗലോസ്ലീഹ എന്തിനു വേണ്ടി മുട്ടുകുത്തി? എന്തിനു വേണ്ടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു? നമ്മളും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളും ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവരാണ്, നമ്മളും പ്രാർത്ഥനാ നിരതരായിരിക്കുന്നവരാണ്. ഇനിയിപ്പോ നാളെ മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുകയാണ്. നാളെ മുതൽ നമ്മുടെ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ എന്തിനു വേണ്ടിയാണ് മുട്ടുകുത്തിയത്? അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്, ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്, സ്നേഹത്തിൽ വേരൂന്നി
അടിസ്ഥാനപ്പെട്ടവരായി ആ ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതിനായി, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനായി, ദൈവത്തിന്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വരേണ്ടതിനായി അപ്പോസ്തലനായ പൗലോസ്ലീഹ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നു. അങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ, അതിന്റെ വീതിയും നീളവും ആഴവും ഉയരവും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങൾ അറിഞ്ഞാൽ, അതിൽ നിങ്ങൾ പ്രാപ്തരായാൽ, ആ നിറവോളം നിങ്ങൾ നിറഞ്ഞു വന്നാൽ, ചോദിക്കുന്നതിലും നിങ്ങൾ നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നിങ്ങളിലേക്ക് ഒരു ദൈവശക്തി വ്യാപരിക്കുവാനിടയാകും. ഇന്ന് ഈ ഞായറാഴ്ച പകലിൽ ഈ സഭായോഗത്തിൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിങ്ങൾ നനയ്ക്കുന്നതിലും അത്യന്തപരമായി, ഒരത്ഭുതമായി, ഒരതിശയമായി താങ്കളും താങ്കളുടെ കുടുംബവും ദൈവസഭയും മാറണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഈ ആഴ്ചക്കാലവും ഈ മാർച്ച് മാസവും എന്തിനാണ് ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ വചനങ്ങളൊക്കെയും നാം കേൾക്കുന്നത് പ്രിയരെ? എന്തിനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്? മറ്റൊന്നിനുമല്ല, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുവാൻ, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിയാർജിക്കുവാൻ. അതാണ് നിങ്ങളുടെ ആത്മീക ബലം എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ ശക്തി പ്രാപിക്കുന്നു. ഞങ്ങളുടെ പുറമേയുള്ളവൻ അല്പം ബലം കുറഞ്ഞാലും, ഞങ്ങളുടെ പുറമേയുള്ളവൻ അല്പം ക്ഷയിച്ചാലും, ഞങ്ങളുടെ അകത്ത മനുഷ്യൻ, ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ ശക്തി പ്രാപിക്കുകയാണ്. ഈ ഞായറാഴ്ച പകലിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, സഭായോഗത്തിൽ പങ്കെടുക്കുന്നവർ, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ദൈവവിശ്വാസികൾ, ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർ, ആത്മാവിൽ ബലപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ ഒന്നുമായിട്ടില്ല കർത്താവേ, എനിക്ക് അങ്ങിൽ നിന്ന് ചിലത് പ്രാപിക്കണമെന്ന് കൊതിക്കുന്നവർ, ദൈവത്തിന്റെ സന്നിധിയിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവേ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതിയും അതിന്റെ നീളവും അതിന്റെ ഉയരവും അതിന്റെ ആഴവും ഗ്രഹിപ്പാൻ 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 എന്റെ ആത്മാവിൽ ഗ്രഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ. എന്റെ പരിജ്ഞാനത്തെ, എന്റെ ബുദ്ധിയെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാൻ എന്നെ പ്രാപ്തനാക്കണമേ. ക്രിസ്തുവിന്റെ നിറവോളം നിറഞ്ഞു വരുവാൻ എന്നെ ഒരുക്കണമേ. ക്രിസ്തു വിശ്വാസം എന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ എനിക്ക് വരം നൽകണമേ. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. അപ്പാ, എന്റെ പണം അല്പം കുറഞ്ഞാലും, എന്റെ പുറമേയുള്ള ആരോഗ്യം അല്പം കുറഞ്ഞാലും, എന്റെ കൃഷി അല്പം കുറഞ്ഞാലും, എന്റെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുവാൻ, എന്റെ അകത്ത മനുഷ്യൻ ബലപ്പെടുവാൻ, എന്റെ അകത്ത മനുഷ്യൻ ജീവൻ പ്രാപിക്കുവാൻ, എന്റെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ആത്മനിറവോടെ നിലകൊള്ളുവാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച പ്രിയരെ, ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ ഒരത്ഭുതമാക്കി മാറ്റും. A famous man of God once said like this: the information we receive can only be used to guide us, but the revelation from God will transform us. What a time tested truth is this, because we have many information centers, and all those centers can lead us to some places, and the revelation which we receive from God, it is entirely different, because that will radically transform us. People have information about different sorts of things. Maybe a person knows fully that the fact or the information that drinking alcohol may cause serious damage to the body, but still having this information in the mind, that person can still be a drug addict or an alcoholic. But when a person receives revelation from God that drunkards never inherit the kingdom of God, or drinking alcohol will cause it will sabotage his eternal life, or the Holy Spirit will be grieved because of his practice or habit, that will radically transform that person's life, because that is a revelation that that person has received in his life, and because of that he will say no to alcohol. Same with that, the pastor says, do not
base your Christian life on the information the people are providing. People may say different things about different persons. They may say bad about this church, bad about that pastor, different sorts of things people may say. But what you have experienced, what you have received from the Lord, what is the revelation the Lord has given, what is your spiritual experience with that relationship with God, that should radically transform your life. And Paul prays for the church. Paul is not praying that some depths or some theology or some depths of some word of God may be granted to them. No, Paul is praying that they should abound in revelation. This revelation they should get. And Paul is kneeling down and praying. Ephesians chapter 3 verse 8, 9, 10, 14 to 20, all these verses, Paul is saying that I bow before my Father, so that the whole family, the whole church, they may receive an understanding of the riches of God's glory, strengthened in the inner man, in the inner spirit, that Christ may dwell in them, in their hearts through faith, and being rooted and grounded in love, and may be able to comprehend with all the saints the length and breadth and width of love of Jesus Christ, which may surpass all understanding, and we may be filled with all fullness of God. And this prayer is prayed by this man of God. And what is the result? As the pastor said, if such a thing happens in your life, you will be granted with a special power, so that you may be gifted with everything exceedingly abundantly above all that you may ask. That is the privilege a person who has inner spirit, inner spiritual strength can receive. And today as you hear this message, pray that Lord may help you to have that inner strength, that all of your prayers may be answered in an exceedingly and abundant manner. ഞാൻ ഇനിയുള്ള ഒരു കുറച്ച് സമയം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുവാൻ, മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പരിശുദ്ധാത്മാ ചെയ്യാനായിട്ടിടയാവും. ഈ ഇൻഫർമേഷനുകളല്ല നമ്മുടെ ജീവിതത്തിൽ വിടുതലിനെ കൊണ്ടുവരുന്നത്. ആ ഇൻഫർമേഷനുകൾ നമ്മളെ ലീഡ് ചെയ്യും. പക്ഷെ ആ ഇൻഫർമേഷനുകൾ നമ്മളെ ലീഡ് ചെയ്തിട്ട് അത് നമ്മളൊരു റെവലേഷനായി മാറുന്നെങ്കിൽ അവിടെയാണ് നമ്മുടെ ലൈഫ് ഒരു മിറക്കിളായി തീരുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ വിടുതലുണ്ടെന്നും, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ രക്ഷയുണ്ടെന്നും, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ സൗഖ്യമുണ്ടെന്നും ഒക്കെയുള്ള ഇൻഫർമേഷൻസ് ദാറ്റ് ഈസ് വെരി ഗുഡ്. അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നു, പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നു, വചനം കേൾക്കുന്നു. പക്ഷെ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് വചനം കേട്ടിട്ട് യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയാൽ, യേശുവിനെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോയാൽ, ആ യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയാതെ പോയാൽ, നിങ്ങൾക്ക് കിട്ടിയ ആ ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റും ഒരു പ്രയോജനവും ഭൂമിയിലും ഉണ്ടാകില്ല, ദൈവരാജ്യത്തിലും ഉണ്ടാകില്ല, സ്വർഗത്തിലും ഉണ്ടാകില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ വിടുതലുണ്ട്, യേശുവിലേക്ക് വന്നാൽ സൗഖ്യമുണ്ട്, യേശു ക്രിസ്തുവിലായാൽ പാപ വിമോചനവും ശാപ വിമുക്തിയും നിത്യജീവനും ഒക്കെ എനിക്ക് ലഭിക്കുവാനിടയാകും എന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, ആ അറിവിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ച് ദൈവവചന കൽപ്പനയായ വിശ്വാസ സ്നാനമൊക്കെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർപ്പിച്ച് കർത്താവിനായി, യേശുവിനായി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ വെളിപ്പാടിൽ നിന്നുകൊണ്ട് യേശു ജീവനുള്ള ദൈവമാണ്, യേശു കർത്താവ് ഏക സത്യ നിത്യ ദൈവമാണ്, യേശു കർത്താവ് വഴിയും സത്യവും ജീവനുമാണ്. യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല, മറ്റൊരു വിമോചകനില്ല, മറ്റൊരു വിടുതൽ തരുവാൻ വിടുവിക്കുന്നവനില്ല, ഒരു ദാതാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ആഴമേറിയ ആ വെളിപ്പാടിൽ, ആ ബന്ധത്തിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിഞ്ഞാൽ അതൊരു ബ്ലെസ്സഡ് ലൈഫായിരിക്കും. നിങ്ങളുടെ മരണത്തിനപ്പുറത്ത് നിങ്ങളുടെ ആത്മാവ് നിത്യതയിലെത്തും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫ് ഒരു മിറക്കിളായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ ദൈവത്തിന് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ വെളിപ്പാടിൽ ജീവിക്കണം. ഞാൻ 1-2 സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോവാണ്.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിട്ടുണ്ട്, അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിൽ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ വന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടോ? അവൻ രോഗികളിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം യേശുവിന്റെ പിന്നാലെ വന്നു. അവൻ എന്തിനാ യേശുവിന്റെ പിന്നാലെ വന്നത്? യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയിട്ടാണോ? യേശു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ? യേശു അത്ഭുതത്തിന്റെ ദൈവമെന്ന് മനസ്സിലാക്കിയിട്ടാണോ? ഒരിക്കലുമല്ല. 2-ാമത്തെ വാക്യം പറയുന്നു, അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ കൂട്ടം പുരുഷാരം അവനെ അനുഗമിച്ചു എന്ന. അങ്ങനെ കർത്താവിലേക്ക് വരുന്ന അനുഗമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലരുടെ സൗഖ്യങ്ങൾ കണ്ടിട്ട്, ചിലരുടെ ജീവിതത്തിൽ നടക്കുന്ന വിടുതലുകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു ചർച്ചിൽ ചെന്ന് നിന്നു, നിങ്ങളുടെ കണ്ണുകൾക്ക് ചിന്തിക്കുവാനും വിശ്വസിക്കുവാനും കഴിയാത്ത ഒരു മിറക്കിൾ യേശു കർത്താവിന്റെ പരിശുദ്ധ ആത്മാവ് അവിടെ ചെയ്തു. അത് കണ്ടോണ്ട് അടുത്ത ആഴ്ച ഞാൻ ഇനി ചർച്ചയിൽ വരാൻ പോവാ. അത് കണ്ടോണ്ട് ഇതെന്റെ വീട്ടിൽ സംഭവിക്കുന്നത് വരെ ഞാൻ പള്ളിയിൽ പോകും. ഞാൻ 6 ആഴ്ച മുടങ്ങാതെ ആരാധനയ്ക്ക് പങ്കെടുക്കും. ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനയ്ക്ക് വരും. 3 ആഴ്ച ഞാൻ വന്നുകൊള്ളാമേ യേശുവേ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്ന ലൈഫല്ല വെളിപ്പാടിൽ ഉള്ള ജീവിതം. രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടിട്ട് വലിയ പുരുഷാരം പിന്നാലെ ചെന്നു. 5-ാം വാക്യം, യേശു വലിയ പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. 7-ാമത്തെ വാക്യം, യോഹന്നാൻ 6:7 വാക്യം, ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തൻ അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ലെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിടുതലുകൾ കണ്ടിട്ടാണ് ഈ പുരുഷാരം യേശുവിനെ അനുഗമിച്ചത്. നിങ്ങൾ ഒരിക്കലും അതിനെ വിമർശിക്കരുത്. യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെയോ യേശു കർത്താവിന്റെ പ്രവർത്തികളെയോ ഒരിക്കലും തുച്ഛീകരിക്കരുത്. എൽഷദായ് സഭയോട്, ഈ ഉണർവിന്റെ കൂട്ടായ്മയോട്, ഇതിൽ നിൽക്കുന്ന ദൈവദാസന്മാരോടൊക്കെ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഹല്ലേലൂയ, വിടുതലിന്റെ വില എന്തെന്ന് ആ വിടുതൽ പ്രാപിച്ചവനെ അറിയത്തുള്ളൂ. യേശു തലവേദന സൗഖ്യമാക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് അറിയണമെങ്കിൽ സ്ഥിരം തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നവനോട് ചോദിക്കണം. യേശു മൈഗ്രെയിൻ സൗഖ്യമാക്കുന്നതിലോ, സൈനറ്റൈസിസ് സൗഖ്യമാക്കുന്നതിലോ, യേശു കർത്താവ് ക്യാൻസർ സൗഖ്യമാക്കുന്നതിലോ, മുഴ മാറ്റുന്നതിലോ, യേശു അസ്ഥിരോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിലോ, യേശു കർത്താവ് തരുന്ന സൗഖ്യത്തിൽ എന്തെങ്കിലും വിലയുണ്ടോ എന്നറിയണമെങ്കിൽ ആ രോഗം, ആ രോഗത്തിന്റെ കാഠിന്യം, അതിന്റെ കഷ്ടത അനുഭവിക്കുന്നവരോട് ചോദിക്കണം. അവർ പറയും സൗഖ്യത്തിന് വിലയുണ്ടോ എന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ, രോഗിയോട് ചോദിക്ക്, അവൻ പറയും രോഗശാന്തിക്ക് വിലയുണ്ടോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെയോ കർത്താവ് ചെയ്യുന്ന പ്രവർത്തികളെയോ ഒരിക്കലും ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ തുച്ഛീകരിക്കരുത് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇവിടെ ഈ അത്ഭുതങ്ങൾ ജനം കണ്ടിട്ട്, പുരുഷാരം കണ്ടിട്ട് യേശുവിന്റെ പിന്നാലെ വന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, അവരൊരു വെളിപ്പാട് കൊണ്ടോ കർത്താവ് ദൈവമാണെന്ന് അറിഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല വന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് മിറക്കിൾസ്, because of that healings and signs and wonders, അവിടെ ചെയ്യുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർ വന്നത്. വരട്ടെ, അങ്ങനെ വരട്ടെ ജനം. അവരായിരിക്കും പിന്നെ വചനം കേട്ട് പിന്നത്തേതിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. അതും നമുക്ക് പറയാൻ കഴിയില്ല. ജനമൊന്നും കൂടുന്നതിൽ ഒരു കാര്യമില്ലെന്നൊന്നും ജനമില്ലാത്തത് കൊണ്ട് പറയരുത്. പ്രൈസ് ഗോഡ്. ജനം കൂടുന്നതിൽ കാരണമുണ്ട്, കാര്യമുണ്ട്. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരുവാൻ സാധ്യം അല്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, കേൾക്കാൻ ആളില്ലാതെ ഞാൻ ആരോട് പ്രസംഗിക്കും, പ്രസംഗിക്കാൻ പ്രസംഗകനില്ലാതെ ആര് പ്രസംഗിക്കും എന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. കർത്താവ് അയക്കുന്ന പുരുഷാരത്തിനായി സ്തോത്രം.
ദൈവം തരുന്ന ആത്മാക്കൾക്കായി സ്തോത്രം. ദൈവം കൊണ്ടുവരുന്ന ജനക്കൂട്ടത്തിനായി സ്തോത്രം. അതിനിയും വർദ്ധിക്കട്ടെ, അതിനിയും പെരുകട്ടെ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ, ജനത്തെ ആകർഷിച്ച മനുഷ്യൻ, അല്ലെങ്കിൽ 2000 പരം വർഷങ്ങൾക്ക് മുമ്പ്, 2021 വർഷങ്ങൾക്ക് മുൻപ് ലോകം TV ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, നോട്ടീസ് ഇല്ലാത്ത, ഫ്ലയർ ഇല്ലാത്ത, ട്വിറ്റർ ഇല്ലാത്ത, വാട്സാപ്പ് ഇല്ലാത്ത, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത കാലഘട്ടത്തിൽ ആമേൻ ഒരു പുരുഷൻ ഇറങ്ങി വരുമ്പോൾ 5000 പേരും 10000 പേരും ഒക്കെ ആ പുരുഷനെ കാണുവാൻ, ആ മനുഷ്യനെ കാണുവാൻ കടന്നു വന്നെങ്കിൽ അത് ദൈവപുത്രനായ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവിനെ ആയിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ മൈക്കിൾ ജാക്സൺ അല്ല, അഡോൾഫ് ഹിറ്റ്ലർ അല്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനത്തെ സ്വാധീനിച്ച നേതാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ്. യേശു ഉള്ളിടത്ത് പുരുഷാരം ഉണ്ടാകും. കർത്താവിനെ പ്രസംഗിക്കുന്നിടത്ത് പുരുഷാരം വരാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. അനവധി ആൾക്കാർ വരാൻ പ്രാർത്ഥിക്കണം. ലൂക്കോസ് 12 വായിക്കുന്നുണ്ട്, പുരുഷാരത്തിന്റെ പെരുപ്പം ഹേതുവായി അവർ പരസ്പരം നിൽക്കാൻ, ചവിട്ടാൻ അവർക്ക് ഇടമില്ലായിരുന്നു. ലൂക്കോസ് 12:1 എടുത്തേ. ലൂക്കോസ് 12:1 എന്റെ ചിന്ത. ലൂക്കോസ് 12:1. അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായി തിങ്ങി തുടങ്ങിയപ്പോൾ, കണ്ടോ, കാലുകുത്താൻ സ്ഥലമില്ല. നമ്മൾ പറയത്തില്ലേ, പൂഴിമണ്ണ് വാരി മേളിലോട്ട് എറിഞ്ഞാൽ താഴോട്ട് വീഴത്തില്ല. അതുപോലെ ക്രൗഡായിരുന്നു കർത്താവിന്റെ കാലഘട്ടത്തിൽ. തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായി ജനങ്ങൾ തിങ്ങിക്കൂടി. പരിശുദ്ധാത്മാവുള്ളിടത്ത് ജനമുണ്ടാകട്ടെ, യേശു ഉള്ളിടത്ത് ജനം കടന്നു വരട്ടെ. 10000 വിടുവിക്കപ്പെടട്ടെ, ലക്ഷങ്ങൾ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടട്ടെ. ആയിരമായി ദൈവസഭയെ എല്ലായിടങ്ങളിലും സ്വർഗത്തിലെ ദൈവം വളർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. Information will never deliver a person, but information can lead a person toward Jesus Christ or toward a revelation. A person might have heard something or an information he has got that Jesus is Savior, or Jesus is a healer, or Jesus delivers people. All those things are the information he gets. But as he takes steps according to the information he received, if the information you have received regarding Jesus Christ, if it's not pushing you toward Jesus Christ, that's in vain. So that's the importance of the revelation of Jesus Christ. As you receive the revelation, that will change you or transform you, and you yourself will become a miracle. That is the power of the revelation which you receive from someone. So revelation is important. Information should lead to the revelation, and that will only sustain you in the Christian life. And an example, John chapter 6 verse 1 to 10. In verse 2 we find many people followed Jesus Christ because he was healing, he was doing a mighty ministry, and wonders were happening, miracles were happening, and the crowd was following. If you ask, they are not following because they understand who Jesus Christ is. Yes. They are just following Jesus Christ because what he is doing they are seeing, and they are literally they are amazed, and because of that these large crowd is following. And in verse 5 Jesus is asking, where shall we find bread for these much people? Jesus was really concerned about the crowd which gathered, and he is doing things. But a caution, pastor says here, a caution here is that never criticize miracles. Yes. And never criticize the crowd who is gathering in a large number, because crowd will not simply gather. And as the pastor said, the greatest crowd puller ever in history is Jesus Christ. A beautiful words from Luke chapter 12 verse 1. People gathered and thronged in large numbers, and they gathered in such a great number that so that they trampled one another. That was the kind of crowds gathered in the meetings of Jesus Christ. And as the pastor said, where there is a move of the Holy Spirit, there will be crowd coming. റിജോയ് സാറെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് റിജോയ് സാറ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ജനത്തോട് എന്നോട് പറയാൻ വെരി സോറി സാർ, ഞാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് സാർ തുടരണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം. പെട്ടെന്ന് ഇടയ്ക്ക് പറയുവാണ്, വിട്ടുപോകാതെ.
സാറ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു, യു നെവർ ക്രിട്ടിസൈസ് ദ മിറക്കിൾസ്. നിങ്ങൾ അത്ഭുതങ്ങളെ വിമർശിക്കരുത്, നിങ്ങൾ ദൈവപ്രവർത്തികളെ തുച്ഛീകരിക്കരുത്. കർത്താവിൻ്റെ ആത്മാവ് പെട്ടെന്ന് എന്നോട് പറയുകയാണ്, നീ ജനത്തോട് പറ, നിങ്ങൾ എന്തിനെ എതിർക്കുന്നോ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ അത്ഭുതങ്ങളെ, ദൈവപ്രവൃത്തികളെ എതിർത്താൽ, വിമർശിച്ചാൽ, തുച്ഛീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവം തരുന്ന പ്രോസ്പെരിറ്റിയെ, അഭിവൃദ്ധിയെ, അനുഗ്രഹങ്ങളെ എതിർത്താൽ, ക്രിട്ടിസൈസ് ചെയ്താൽ, വിമർശിച്ചാൽ നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് പ്രോസ്പർ ആകാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവികമായ കൃപാവരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റുകളെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ എതിർത്താൽ, തുച്ഛീകരിച്ചാൽ, ഇടിച്ചു കളഞ്ഞാൽ, വിമർശിച്ചാൽ, മനസ്സുകൊണ്ട് അവിശ്വസിച്ചാൽ, ക്രിട്ടിസൈസ് ചെയ്താൽ, കുറ്റപ്പെടുത്തിയാൽ നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് അശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കയറി പറയാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിച്ചു. പാസ്റ്റർ റിച്ചോയ്, can you please continue that translation? A word of caution given by pastor here is never criticize the miracles and never criticize the crowds. You ask a person who is in need of a breakthrough, he will say the importance of miracles. You ask a person who is suffering for a long time because of a sickness, he will tell to you the value of healing Jesus. So never say that crowd is not an important thing. Never say that miracles have stopped. And the pastor, as I was translating, the pastor was saying like this, a revelation he received from the Lord, and he said like this: what all things you criticize, you will never experience what you criticize in your life. If you criticize miracles, a miracle will never happen in your life. Be it prosperity, be it healing, be it the gifts of the Holy Spirit, or a supernatural move of the Holy Spirit, or a mighty ministry, anything you criticize in your life, you will never experience that in your life. And this is a very, Yes, very man of powerful God. caution Yes. and warning which is coming to us. If you Yes, have man of criticized the move of the Holy Spirit, if you have criticized the miracles and the gifts of the Holy Spirit, you can come back to the Lord and confess, because that is the greatest tragedy that can ever happen in your life. ഞാൻ ഈ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ പ്രിയരെ. ഈ ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശു കർത്താവിനോട് യോഹന്നാൻ 6:5 ചോദിക്കുന്നു, ഇത്ര വലിയ പുരുഷാരം അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നാൻ എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് യേശു ചോദിച്ചു. 6 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യേശു കർത്താവ് അടുത്ത നിമിഷത്തിൽ അവിടെ ഒരു ബാലകന്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും തന്റെ പക്കൽ വരുമെന്നും അന്ത്രയോസ് അത് കൊണ്ടുവരുമെന്നും അത് ബ്ലസ് ചെയ്യുമ്പോൾ 10,000 വിളമ്പത്തക്ക നിലകളിൽ അത് വർദ്ധിക്കുമെന്നും ഒക്കെ യേശുവിനറിയായിരുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. മാർച്ച് മാസം 20-ാം തീയതി ഈ സഭായോഗം കാണുന്ന എൻ്റെ പ്രിയ സഹോദരിയോട്, പ്രിയ സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, ദൈവദാസന്മാരോട്, സഭയോട്, ശുശ്രൂഷകരോട് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഞാൻ അറിയിക്കട്ടെ, ഈ ഒരു ഉറപ്പും വിശ്വാസവും വെളിപ്പാടും നിങ്ങൾക്ക് വേണം. അവൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അവനറിയാം. നമ്മുടെ ഇന്നലകളെ നമുക്കറിയാം, നമ്മുടെ ഇന്നിനെ നമുക്കറിയാം, പക്ഷെ നമ്മുടെ നാളകളെ നമുക്കറിയില്ല. പക്ഷെ യേശുവിൻ്റെ പ്രത്യേകത, കർത്താവിൻ്റെ പ്രത്യേകത, അവന് നമ്മുടെ ഇന്നലകളെ അറിയാം, അവന് നമ്മുടെ ഇന്നിനെ അറിയാം, അവന് നമ്മുടെ അടുത്ത മണിക്കൂറുകളെ അറിയാം, നമ്മുടെ നാളുകളെ അറിയാം. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. നമുക്ക് ഇതറിയാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെ നിരാശയ്ക്കുള്ള കാരണം. നമ്മളിങ്ങനെ വളരെ വിഷമിച്ച് ഇരിക്കുന്നതിൻ്റെ കാരണം, സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം. എന്നാൽ യേശു കർത്താവ് നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നാളുകളെ അറിയുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു.
താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിനങ്ങളിൽ, അടുത്ത മാസങ്ങളിൽ നിങ്ങൾ എന്താകുമെന്നും നിങ്ങൾ എവിടെയായിരിക്കുമെന്നും നിങ്ങൾ എവിടെ എത്തിക്കുമെന്നും അറിയാവുന്നൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഇത്ര വലിയ പുരുഷാരത്തിന് മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെയെന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളെ നോക്കുന്ന അന്ത്രയോസിന് അതറിയാൻ പറ്റിയില്ല. സാഹചര്യങ്ങളെ നോക്കുന്നവർക്ക് പ്രസന്റ് സിറ്റുവേഷനെ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ, ഇന്നലകളിൽ സംഭവിച്ച പ്രതികൂലങ്ങളെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യഥകളെ, വേദനകളെ, തകർച്ചകളെ, നഷ്ടങ്ങളെ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും നാളകളെ കാണാൻ കഴിയുകയില്ല. നാളകളെ കുറിച്ച് അവർക്ക് വിശ്വസിക്കുവാനും കഴിയുകയില്ല. എന്നാൽ പൗലോസ് പറയുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞ് ക്രിസ്തുവേശുവിന്റെ പരമവിളിയെ ലാക്കാക്കി മുന്നിലേക്ക് ഓടുന്നവർക്ക്, മുന്നിലേക്ക് കാൽച്ചുവടുകൾ വയ്ക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക്, നാളകളിലേക്ക് കരുതിയിരിക്കുന്ന, നാളകളിലേക്ക് ചിലത് ഒരുക്കിയിരിക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തെ അവർക്ക് കാണാൻ കഴിയും. അവരുടെ മുമ്പിൽ ചെങ്കടലല്ല, അവരുടെ മുമ്പിൽ ചെങ്കൽ പാതയാണ്. അവരുടെ മുമ്പിൽ എരിഹോവല്ല, എരിഹോവിനെ നിലംപരിചാക്കുന്ന ദൈവമാണ്. അവരുടെ മുമ്പിൽ ഗോലിയാത്തല്ല, അവരുടെ മുമ്പിൽ ഗോലിയാത്തിനെ വീഴ്ത്തുന്ന സർവശക്തനായ ദൈവമാണ്. അവരുടെ മുമ്പിൽ മരണയോർദാനല്ല, യോർദാനെ വിഭാഗിക്കുന്ന ദൈവമാണ്. അവരുടെ മുമ്പിൽ വായ് തുറന്ന് നിൽക്കുന്ന സിംഹങ്ങളല്ല, അവരുടെ മുമ്പിൽ സിംഹത്തിന്റെ വായ അടയ്ക്കുന്ന ദൈവമാണ്. അവരുടെ മുമ്പിൽ വിഴുങ്ങുന്ന അഗ്നിയല്ല, തീയുടെ ബലത്തെ കെടുത്തുന്ന സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നാളകളെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടരുത്. നാളകളെ ഓർത്ത് ഭയപ്പെടരുത്. നാളകളെ ഓർത്ത് നിങ്ങളുടെ ഹൃദയം ഇടിഞ്ഞു പോകരുത്. പ്രിയരെ, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യേശു എന്താണ് അടുത്ത മണിക്കൂറിൽ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ആ കൂടിയിരുന്ന 5000 പേർക്ക് അറിയില്ലായിരുന്നു. ശിഷ്യഗണത്തിന് അറിയില്ലായിരുന്നു. മാറോട് ചാരിക്കിടന്ന ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ പോലും തൊട്ടറിഞ്ഞ യോഹന്നാൻ അറിയില്ലായിരുന്നു. പക്ഷേ അവൻ അറിയാമായിരുന്നു, അടുത്ത മണിക്കൂറിൽ, അടുത്ത മിനിറ്റിൽ താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന്. John 6:6. Jesus knew what he was going to do, and the pastor so powerfully calls each and every person who is listening and watching this message. You should have this assurance in your life that Jesus knows what he is going to do. Jesus perfectly knows what is the next step, and Jesus clearly understands the future. You may tell about your past, you can explain about your present, but you can never say anything about future. But Jesus Christ knows your past, he understands your present, and he has great things at store for you for the future. So don't be depressed and don't be tensed and don't be discouraged, because your God is in control and your future is in God's hand. If you look around to the circumstances, you will be blinded about the future and you may be depressed. But Jesus Christ says you have to look forward, as Paul says, forgetting what is behind, I press on toward the goal the Lord has set for me. And if you move with that kind of a faith and assurance, doors will be opened in front of you. And as the pastor said, there will be no Red Sea in front of them. They will see a highway. They will not be looking at the open mouth of lions, but they will be seeing a God who supernaturally closes the mouth of lion. That is the kind of supernatural provision a person receives when they have the assurance that my God knows what is going to happen for my life. 7ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഫിലിപ്പോസ് അവിടെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് കാണാം. ഫിലിപ്പോസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഫിലിപ്പോസ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഓരോരുത്തന് അല്പമെങ്കിലും കിട്ടേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകത്തില്ല. 400 പണം ഉണ്ടെങ്കിൽ 1 2 3 4 5000 4000 എത്ര അപ്പം വാങ്ങിക്കണം? ഇങ്ങനെ ഫിലിപ്പോസ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. എത്ര രൂപയുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കാം? ഇപ്പൊ ഇത്ര രൂപയുള്ളൂ, ഇത്ര രൂപയ്ക്ക് എത്ര അപ്പം കിട്ടും? ഇങ്ങനെ പലതിനെ കുറിച്ചും ഫിലിപ്പോസ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. പ്രിയ മക്കളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മളും ഇങ്ങനെ ഒത്തിരി ചിന്തിച്ചു കൂട്ടിയില്ലേ? നാളകളെ അറിയാൻ കഴിയാതെ കോവിഡിന്റെ പ്രത്യേകമായ ആ സിറ്റുവേഷനിൽ, ആ പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ
നാളുകൾ എന്താകുമെന്ന് അറിയാൻ മേലാതെ ഭാവി എന്താകും, സഭ എന്താകും, കൂട്ടായ്മ എന്താകും, ദൈവജനത്തിന്റെ അവസ്ഥ എന്താകും, എൻ്റെ ഭാവി എന്താകും, എൻ്റെ ജീവിതം എന്താകും എന്നൊക്കെ പല നിലകളിൽ പല വിഷയങ്ങളിൽ നമ്മൾ ആകുലപ്പെട്ടില്ലേ, നമ്മൾ ആശങ്കപ്പെട്ടില്ലേ? പക്ഷെ നമ്മുടെ നാളുകളെ അറിയുന്നവനായ ദൈവം എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് അതാതിടങ്ങളിൽ നമുക്ക് വേണ്ടി ഒരുക്കിയില്ലേ? നമ്മൾ ചിന്തിച്ചു കൂട്ടിയതുപോലെയാണോ കാര്യങ്ങൾ പോയത്? ഫിലിപ്പോസ് ഇവിടെ ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, കണക്കൂട്ടുകയാണ്. ഞാനൊരു സത്യം പറയട്ടെ, നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാം. ഈ പദം ഒന്ന് എഴുതി വെച്ചോ. നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാം, പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾ തെറ്റില്ല. നമ്മുടെ കാൽക്കുലേഷനുകൾ പലയിടത്തും പൊളിയാം, പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു കാൽക്കുലേഷൻസും ഒരിക്കലും പൊളിയത്തില്ല പ്രിയരെ. ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകളിലും ദൈവത്തിന്റെ പദ്ധതിയിലും തന്നെയാ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം TPR റേറ്റ് ഒക്കെ വളരെ കുറഞ്ഞു. കോവിഡിന്റെ TPR റേറ്റ് 3 ആയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് 2 ആകും, 1 ആകും, എല്ലാം തീരും എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഈ 2022 മാർച്ച് മാസം 20-ാം തീയതി ഞായറാഴ്ച ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതനുസരിച്ച് ഒരിക്കലും ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുകയല്ല. അടുത്ത വേവുകൾ, 4th വേവും 5th വേവും ഒക്കെ കയറി വരാം. പല പല സാഹചര്യങ്ങൾ മാറി മാറി വരാം. സുനാമികൾ, പല രാജ്യങ്ങളിലും സുനാമികളും ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കങ്ങളും പ്രശ്നങ്ങളും ഫ്ലഡുകളും ഒക്കെ കർത്താവിന്റെ വരവിൽ ഈ പുസ്തകത്തിനകത്ത് എന്തൊക്കെ ലക്ഷണങ്ങൾ പരാമർശിച്ചിട്ടുണ്ടോ അതെല്ലാം സംഭവിക്കാം. പക്ഷെ അവിടെയും ഈ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. എന്നെ അറിയാവുന്നൊരു ദൈവം എനിക്കുണ്ട്. എന്റെ നാളുകളെ അറിയുന്നൊരു ദൈവം എനിക്കുണ്ട്. എൻ്റെ അടുത്ത മണിക്കൂറുകളെ അറിയുന്ന ഒരു കർത്താവിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ആ ഉറപ്പ് എപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ വേണം. നമ്മൾ കണക്ക് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കണക്കുകൂട്ടലെങ്ങും എത്താൻ പോകുന്നില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ അവര് പച്ചവെള്ളം വീഞ്ഞാകുമെന്നൊന്നും ചിന്തിച്ചവരല്ല. അവർ പ്രോപ്പർ മുന്തിരിച്ചാറ് തന്നെ കൊണ്ടുവച്ചവരാണ്. എല്ലാവർക്കും ഒരു വീഞ്ഞു കൊടുത്തു. കേറ്ററിംഗുകാർ വന്നവർക്ക്, ഇവന്റ് മാനേജ്മെന്റുകാർ വന്നവർക്ക് വിളമ്പി കാണും. പക്ഷേ ആ കല്യാണ വീട്ടിലെ കണക്ക് കൂട്ടൽ തെറ്റിയില്ലേ? തെറ്റിയോ? പറഞ്ഞേ, ആ കല്യാണ വീട്ടിലെ കണക്ക് കൂട്ടൽ തെറ്റിയില്ലേ? പലപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റുന്നെടുത്ത് ഓർത്തോണം യേശുവിന് ജയിക്കാനാണ്. കാനാവിലെ കല്യാണ വീട്ടിലെ കണക്ക് കൂട്ടലുകൾ തെറ്റിയതാണ് യേശുവിന്റെ പരിശുദ്ധ നാമം അവിടെ മഹത്വപ്പെട്ടത്. ഫിലിപ്പോസിന്റെ കണക്ക് കൂട്ടലുകൾ ഇവിടെ തെറ്റിപ്പോയതാണ് 5 അപ്പവും 2 മീനും 10,000 ഉതകിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണക്ക് കൂട്ടലുകൾ, നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ എവിടെങ്കിലും തെറ്റിപ്പോയെങ്കിൽ വറീഡാകല്ലേ, ഭാരപ്പെടല്ലേ, തകർന്നു പോകല്ലേ. യേശു നിങ്ങളിൽ ജയമെടുക്കും. കർത്താവ് നിങ്ങൾക്ക് ജയം തരും. നിങ്ങൾ പരാജയപ്പെട്ടെടുത്ത് യേശു നിങ്ങളെ ജയിപ്പിക്കും. കർത്താവ് നിങ്ങൾക്ക് ജയം തരും. ഇനി ഞാനതിൻ്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോഴേ, 7-ാമത്തെ വാക്യത്തിൽ ചിന്തിച്ചു കൂട്ടുന്ന ഫിലിപ്പോസിനെ നിങ്ങൾക്ക് അവിടെ കാണാം. ചിന്തിച്ചു കൂട്ടുന്ന ഫിലിപ്പോസിനെ കാണാം. 8-9 വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാരിൽ ഒരുത്തനായി പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് യേശു കർത്താവിനോട് പറയുന്നു, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 എവത്തപ്പോ 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇതാണ് ഇൻഫർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ഇതാണ്. യേശു കർത്താവിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? അന്ത്രയോസ് കൊടുക്കുന്നു. എന്താണ് അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷൻ? അവിടെ ഒരു ബാലകനുണ്ട്. ഫിലിപ്പോസ് ചിന്തിച്ചു കൂട്ടുന്നു, അന്ത്രയോസ് യേശുവിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇൻഫർമേഷൻ ഇതാണ്: ഇവിടെ ഒരു പയ്യന്റെ കയ്യിൽ, ഒരു ബാലകന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. പക്ഷേ അതെല്ലാവർക്കും എന്തുള്ളൂ എന്നൊരു ഇൻഫർമേഷൻ പറഞ്ഞപ്പോൾ താൻ ആര് എന്നറിയാവുന്ന ക്രിസ്തു, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്.
താൻ ആര് എന്നറിയാവുന്ന ക്രിസ്തു 10ാമത്തെ വാക്യത്തിൽ ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. 5000 പേരിയ്ക്കുന്നിടത്ത് ഈ 5 അപ്പത്തിനും 2 മീനിനും എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾ 5000 പേരെ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ട്. 5000 പേരും അതിൽ കൂടുതൽ ആൾക്കാരും ആ ഫംഗ്ഷന് വന്നിട്ടുണ്ട്. അവിടെ 5 പൊറോട്ടയ്ക്കും 2 ബീഫ് കറിക്കും എന്ത് പ്രസക്തിയാണുള്ളത്? എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു പ്രസക്തിയുമില്ല, ഒരു പ്രസക്തിയുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 5 അപ്പവും 2 മീനും ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ യേശുവിന് കിട്ടിയപ്പോൾ യേശു പുരുഷാരത്തെ നിലത്ത് ഇരിക്കുവാൻ പറഞ്ഞത്? അതിന്റെ കാരണം താൻ ആരാണ് എന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നു. അവൻ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവൻ. തന്റെ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ, തന്റെ വാക്കുകൊണ്ട് സപ്തസാഗരങ്ങളെ, അണ്ടകടാഹങ്ങളെ നിർമ്മിക്കുവാൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ, തന്റെ ഒരു വാക്കുകൊണ്ട് ഈ ഭൂമിയെ പ്രകാശപൂരിതമാക്കുവാൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ, തന്റെ വാക്കുകൾ കൊണ്ട് സകലത്തെയും ഉളകുവാക്കുവാൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ, ആ കർത്താവിനറിയാം, വർധനവിന്റെ ദൈവത്തിനറിയാം അവിടെ വർധനവിനെ കൊണ്ടുവരുവാൻ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. വർധനവിന്റെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. അനുഗ്രഹത്തിന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാനിക്കുന്ന ദൈവം നിങ്ങളെ മാനിക്കുവാൻ ഇടയായി തീരട്ടെ. 11ാം വാക്യം, യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. കണ്ടോ, ഇൻഫർമേഷനിൽ നിന്ന് സംഭവം റെവലേഷനിലോട്ട് പോയപ്പം മിറക്കിളായത് കണ്ടോ. ഈ ഇൻഫർമേഷൻ കൊടുത്ത ആളുടെ പേരെന്നാ? അന്ത്രയോസ്. അന്ത്രയോസിന്റെ കയ്യിലിരുന്ന അപ്പം വർദ്ധിച്ചോ? വർദ്ധിച്ചില്ല. അന്ത്രയോസിന്റെ കയ്യിലിരുന്ന മീന് വർധനവുണ്ടായത്. താനും അപ്പോസ്തലനല്ലേ? മെല്ലെ മാറ്റം ഉണ്ടായോ? ഇല്ല. പക്ഷേ വെളിപ്പാടിൽ നിന്ന ദൈവപുത്രൻ, താൻ ആര് എന്ന ബോധ്യത്തിൽ നിന്ന ദൈവപുത്രൻ ഈ അപ്പമീനുകളെ കയ്യിലെടുത്ത് ഉയർത്തിയപ്പം വല്ല മാറ്റം സംഭവിച്ചോ? മാറ്റം സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഇൻഫർമേഷനുകൾ നല്ലതാണ്. പക്ഷേ ആ ഇൻഫർമേഷനുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു റെവലേഷനായി തീരാതെ, ക്രിസ്തുവിൽ, ഞാൻ ദൈവം എന്നോട് പറഞ്ഞൊരു പദം ഞാൻ എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തു എന്നിൽ വന്നപ്പോൾ എനിക്ക് എന്താണ് ലഭിച്ചതെന്നും എന്നിൽ എന്താണ് സംഭവിച്ചതെന്നും ക്രിസ്തു എനിക്ക് ആരെന്നും ക്രിസ്തുവിൽ ഞാൻ ആരെന്നുമുള്ള വെളിപ്പാടിൽ ജീവിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യത്ഭുതകരമായിരിക്കും എൻ്റെ ജീവിതവും എൻ്റെ ശുശ്രൂഷയും എൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുന്ന ദൈവാനുഗ്രഹങ്ങളും. As we move forward in this incident, in verse 7 we read that Philip is calculating too much. He is calculating how much could be given, how much money is needed to provide food for these much of people, and that is what he is calculating. And as the pastor said, we all of us have calculated like this. We had many calculations, especially during this pandemic times. We calculated so much about our life, about our family, about our finances, about our church, about our fellowships, about our different sorts of things. We calculated, and most of our calculations failed. But still, even when all of our calculations failed, God was so faithful with us. He knew what was going to happen, and He held us up, and He lifted us up. And as the pastor says, the Lord specifically talked to him about different things that is going to happen in the future times, and the Holy Spirit specifically revealed. And we may be thinking everything has come down, TPR rates have come down, and things are going to be easier, but still new waves may come, new waves will come. That is what the Holy Spirit says. Tsunamis will break out, serious problems will come on this earth as a signs of the Son of Man coming in glory. But even then God is there. He will be holding our hands up, and He knows what is going to happen in the future. So God's project will never fail.
wedding at Cana, another example. Their calculations failed, but at that point of time, Jesus Christ revealed his glory because they failed in their calculations. When you fail in your calculations, God will reveal his glory and God will triumph in our failures. And that is how God turns our failures into God's projects and means of showing his glory. And as we move further in this incident, 8 and 9 verses, Andrew comes forward. Next person, he comes forward with an information, and here is a boy and he has some barley loaves and some fish, and he is saying, what is that for this big crowd? Yes. That is what Andrew is saying. He says it is insufficient. That is the information, and that is the limitation of an information. But in verse 10, scene suddenly changes. Jesus says, make the people to sit down. That is the level of revelation. These people, the people surrounding Jesus Christ, are talking about information. Andrew is saying we have some 5 barley loaves and some fish. That is very limited. But Jesus Christ, when he takes that 5 barley loaves and fish, and when he blesses the Father and looks at this and looks at the people, and when he says make the people to sit down, and when he asks his disciples just to scatter this thing to the people, what happens is he is stepping into the level of revelation, and miracles just happen. And this is a serious message for all of us. God of multiplication will multiply us. How did Jesus do this? Because he knew who he was. He was the one who made the whole of the universe just come out of nothing at his word, and he knew his power, and because of that Jesus blessed the Father and made the disciples to distribute that, and God of multiplication multiplied it. And in your life too, the God of multiplication will bring multiplications, and God who blesses will bless you, and the God who honors people will honor you. And what was the result? From information level to the revelation level, multiplication happened, and Jesus multiplied everything. If you understand who you are in Christ, that's what pastor specifically said. If you understand who you are in Christ, whatever you ask, God will provide exceedingly and in an abundant manner. And that is the power of living under revelation. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് വീണ്ടും അടുത്തൊരു ഭാഗത്തിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുന്ന ഒരു പ്രധാന കാര്യം, യേശു കർത്താവ് ഈ യെരിഹോവിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികിൽ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടിട്ട് ഇതെന്തെന്ന് അവൻ ചോദിച്ചു. 37-ാം വാക്യത്തിൽ പറയുന്നു, നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനോട് മിണ്ടാതിരിപ്പാൻ കൽപ്പിച്ചു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്നു, അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവനോട് കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? യേശുവിനോട് അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു. ഉടനെ തന്നെ അവൻ ക്ഷണത്തിൽ തന്നെ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വീകരിച്ച് അവനെ അനുഗമിച്ചു. ജനമെല്ലാം ഇത് കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ഇവിടെ ഒരു വലിയ സംഭവമുണ്ട്. ഈ ഇൻഫർമേഷനുകളല്ല നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ നൽകുന്നത്. ആ ഇൻഫർമേഷനുകൾ റെവലേഷനുകളായി തീരുമ്പോഴാണ് എന്ന സത്യമാണ്. യേശു കർത്താവ് എരിഹോവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം കണ്ണിന് കാഴ്ചയില്ലാത്ത ഭിക്ഷക്കാരനായ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ ഈ ആരവാരവും ബഹളവും എല്ലാം കേട്ടിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഇതുവഴി കടന്നു പോകുന്നത്? അപ്പൊ ഉടനെ 37-ാമത്തെ വാക്യത്തിൽ അവനൊരു ഇൻഫർമേഷൻ കിട്ടി. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവനൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഇതുവഴി പോകുന്നത് ആരാണ്? നസ്രയനായ യേശുവാണ്. പക്ഷേ അവൻ എന്താണ് അടുത്ത വാക്യത്തിൽ 38-ാമത്തെ വാക്യത്തിൽ യേശുവിനെ സംബോധന ചെയ്തത് അല്ലെങ്കിൽ വിളിച്ചത്? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. പക്ഷെ അവൻ കേട്ടത് എന്തുവാ? നസ്രയനായ യേശു. വിളിച്ചത് എന്തുവാ? ദാവീദ് പുത്ര യേശുവേ. സത്യത്തിൽ ഇതുവഴി ആരാ കടന്നു പോകുന്നേ എന്ന് ചോദിച്ചാൽ
ഇതുവഴി ബില്ലി ഗ്രഹാമാ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ വിളിക്കും? റവറൻ ഡോക്ടർ ബില്ലി ഗ്രഹാം എന്നല്ലേ വിളിക്കുള്ളൂ. ഇതുവഴി ആരാ കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇതുവഴി സച്ചിൻ തെണ്ടുൽക്കറാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ സച്ചിൻ എന്നല്ലേ വിളിക്കൂ. ഇതുവഴി ആരാ കടന്നു പോകുന്നത്? ടിനുപാസ്റ്റർ അതുവഴി പോകുന്ന ടിനുപാസ്റ്റർ എന്നല്ലേ വിളിക്കൂ. അതുവഴി ജിജി മോഹൻ പാസ്റ്റർ പോകുന്ന ജിജി മോഹൻ പാസ്റ്റർ എന്നല്ലേ വിളിക്കൂ. ഇവൻ കേട്ടത് നസ്രയനായ യേശു കടന്നു പോകുന്നു എന്നാ, പക്ഷെ ഇവൻ വിളിച്ചത് ദാവീദ് പുത്ര യേശുവേ എന്നാ. ഇതിനകത്തൊരു വലിയ സംഗതിയുണ്ട്. അവന് കിട്ടിയ ഇൻഫർമേഷൻ നസ്രയത്തിൽ നിന്ന് വന്ന നസ്രയനായ യേശു എന്നുള്ളതാണ്. പക്ഷെ ആ നസ്രയനായ യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ഈ മനുഷ്യന്റെ അകത്തിരിപ്പുണ്ട്. എന്താണെന്നറിയാം വെളിപ്പാട്? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 35-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അവൻ അന്ധനായിരുന്നെങ്കിലും അവന്റെ അകം കണ്ണ് തുറന്നിരുന്നു. ആ വെളിപ്പാട് എന്താ? അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, അന്ന് കുരുടന്മാരെ കണ്ണു തുറന്നു വരും, ചെകിടന്മാരെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത്. 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കില്ല. നോക്കിയേ, ഈ വചനത്തിന്റെ, ഈ പ്രവചനത്തിന്റെ ഒരാഴം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എവിടെയോ ഒരു സ്പാർക്ക് കിടപ്പുണ്ടായിരുന്നു. ദാവീദ് ഗൃഹത്തിൽ നിന്നും, ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നും ഒരുത്തൻ പുറപ്പെട്ടു വരും. യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി വരും. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്, പ്രവചനമാണ്. അവന്റെ പ്രത്യേകത എന്താണ്? അവൻ വന്നാൽ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത് നസ്രയനായ യേശുവാണെന്നുള്ള ഇൻഫർമേഷൻ കാണത്തില്ലല്ലോ, കാഴ്ചയില്ലല്ലോ. നസ്രയനായ യേശുവാണെന്നുള്ള ഇൻഫർമേഷൻ കേട്ടിട്ട് ആ ഇൻഫർമേഷനിൽ നിന്നുകൊണ്ടല്ല പുള്ളി പ്രാർത്ഥിക്കുന്നത്, വിളിക്കുന്നത് റെവലേഷനിൽ നിന്നുകൊണ്ടാണ്. ഇൻഫർമേഷനിൽ നിന്നുകൊണ്ടുള്ള വിളിയല്ലത്, വെളിപ്പാടിൽ നിന്നുള്ള വിളിയാണ്. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. കാരണം അവന് മാത്രമേ അന്ധന്റെ കണ്ണ് തുറക്കാൻ കഴിയൂ, ചെകിടന്റെ ചെവി കേൾപ്പിക്കാൻ കഴിയൂ. യെശയ്യാ 22-ന്റെ 22-ാമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ദാവീദിന്റെ ഗൃഹത്തിൽ താക്കോൽ അവന്റെ തോളിൽ വെക്കും. ആ വാക്യം യെശയ്യാ 22:22. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഈ ദാവീദ് ഗൃഹത്തിൽ നിന്ന് വരുന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ കയ്യിലാണ് അധികാരത്തിന്റെ താക്കോൽ. അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കാനും കഴിയുകയില്ല. അവൻ എൻ്റെ കണ്ണുകളെ തുറക്കുവാൻ കഴിയും എന്ന വിശ്വാസത്തിലും വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു. മുന്നടക്കുന്നവർ മിണ്ടാതിരിക്കാൻ ശാസിച്ചിട്ടും അവൻ അടങ്ങിയില്ല. അവൻ പിന്നെ ഉച്ചത്തിൽ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ഇൻഫർമേഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നവൻ കുറച്ച് ദിവസമേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ 1-2 തവണ വിളിക്കുകയുള്ളൂ. ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ, ഒന്ന് വരട്ടിയാൽ പ്രാർത്ഥനയ്ക്ക് പോകരുത് എന്നൊന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിയെ പരിസരത്ത് പോലും കാണില്ല. പക്ഷെ ക്രിസ്തു ആരെയെന്ന് മനസ്സിലാക്കി, അവൻ ആരെയെന്നറിഞ്ഞ് ഇതിന്റെ സത്യവും ഇതിന്റെ മഹാത്മ്യവും ഇതിന്റെ വ്യക്തതയും ഉള്ളത്തിൽ ലഭിച്ചാൽ അവന് ഒന്നും വിഷയമല്ല, ഒരു സാഹചര്യം അവന് വിഷയമല്ല. അവനൊരു റിലീജിയനും ബാരിയറല്ല, അവനൊരു പ്രതിസന്ധിയും ബാരിയറല്ല. അവൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി, അറിഞ്ഞ വചനത്തിന് വേണ്ടി, അറിഞ്ഞ ക്രിസ്തുവിന് വേണ്ടി, ലഭ്യമായ വെളിപ്പാടിന് വേണ്ടി ചങ്കും നെറ്റിയും കൊടുത്ത് അവന്റെ അവസാന ശ്വാസം വരെയും അവൻ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനിടയായി തീരും. തിമായിയുടെ മകനായ ബർത്തിമായിക്ക് നാട്ടുകാർ കൊടുത്ത ഇൻഫർമേഷനിലല്ല അവൻ പ്രാർത്ഥിച്ചത്, അവൻ വിളിച്ചത്, അവൻ വിശ്വസിച്ചത്, അവൻ ആശ്രയിച്ചത്. അവൻ വിളിച്ചത്, അവൻ പ്രാർത്ഥിച്ചത്, അവൻ വിശ്വസിച്ചത്, അവൻ ആശ്രയിച്ചത് ഒരു വെളിപ്പാടിലാണ്. ദാവീദ് ഗോത്രത്തിൽ നിന്ന് അന്ധന്റെ കണ്ണ് തുറക്കുവാൻ, ചെകിടന്റെ ചെവിയെ കേൾപ്പിക്കുവാൻ, ഊമരെ സംസാരിപ്പിക്കുവാൻ വരുന്ന യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ആ മുളയിലാണ് അവൻ വിശ്വസിച്ചത്. Another important aspect related to this, another incident, Jesus is passing through Jericho, and Luke chapter 18 verses 35 to 38 beautifully portrays this aspect of living in Revelation. Here we have a blind man, and he got an information that Jesus of Nazareth is passing by. That is the information, but he called
Jesus Christ an entirely different name. He heard Jesus of Nazareth is passing by, but what he called is Jesus, Son of David, have mercy on me. He heard that Jesus of Nazareth is passing by, but why did he call an entirely different name, that Jesus, Son of David, have mercy on me? And as the pastor said, this was a revelation. This was a spark of revelation, prophecy that he got in his mind, in his spirit. That is what we find in Isaiah chapter 35 verse 3 to 6. It says that when the Son of Man comes, when the Son of David comes, there will be blind seeing, there will be deaf opening their ears. And that was the revelation he received from the scriptures. And also in Isaiah 22:22, the key of the house of David will be on the Messiah, and because of that everything will be open for him. And this spark of revelation was in his heart, and out of that revelation he cried to Jesus Christ, Jesus Christ, Son of David, have mercy on me. And as the pastor said, this prayer was not a prayer that was based on the information. This was a prayer that was based on the revelation he received. People said, be quiet, be quiet, but this man cried out all the more. If you have an information and if you follow the information, you may fail and you may backslide and you may go back. But if you have the revelation from God that Jesus Christ can heal you, Jesus Christ can touch you, if you have that revelation in your mind, that revelation will push you forward. It will make you to push forward toward Jesus Christ. And today, do not pray based on the information you have, but pray based on the revelation you have received from the Lord. You will receive miracles from God. ഞാൻ ഇതിൽ മനോഹരമായ മറ്റൊരു സംഭവം പ്രിയപ്പെട്ടവരെ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ്. ഞാൻ എന്തെന്ന് മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടും വിശ്വാസവും ബന്ധവും വർദ്ധിക്കുവാൻ ഈ സന്ദേശം ഇടയാകട്ടെ. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞ ചില ഇൻഫർമേഷനുകളുടെ, ചില അറിവുകളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. നമ്മുടെ തല കൊണ്ടല്ല നമ്മൾ ദൈവത്തെ വിശ്വസിക്കേണ്ടത്, നമ്മുടെ ആത്മാവിലാണ്, ആ വെളിപ്പാടിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റിജോയ് സാറേ അതിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഈ യേശു കർത്താവിൻ്റെ അമ്മയായ മേരി, മറിയം, അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. മേരി ഇൻഫോംഡ് ടു ഹിം they have no wine. Mary informed to Jesus, Mary informed to him they have no wine. മറിയം യേശു കർത്താവിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, മകനെ വീഞ്ഞ് തീർന്നു പോയി. പക്ഷേ മേരി അവിടെ യേശുവിന് കൊടുത്തത് ഇൻഫർമേഷനും ശുശ്രൂഷകർക്ക് കൊടുത്തത് റെവലേഷനുമാണ്. ഒന്നുകൂടെ പറയാം, മറിയം യേശു കർത്താവിന് കൊടുത്തത് ഇൻഫർമേഷനാണ്, മകനെ വീഞ്ഞ് തീർന്നുപോയി. പക്ഷെ അതേ മറിയം 5-ാം വാക്യത്തിൽ ശുശ്രൂഷകർക്ക് കൊടുത്തത് എന്താ? ഇൻഫർമേഷൻ അല്ല, ഒരു റെവലേഷനാ. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തേലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവീൻ. അവൻ ആരെന്ന് നിങ്ങൾക്കറിയുമോ? അവന്റെ മഹത്വം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? അവന്റെ വലിപ്പം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? അവൻ ആരെന്നറിയാവുന്നത് ഈ കല്യാണ വീട്ടിൽ എനിക്ക് മാത്രമാണ്. മേരിക്ക് പറയാൻ കഴിയും ശിഷ്യഗണങ്ങളെക്കാൾ അധികം. കാരണം ശിഷ്യന്മാർ ഇതുവരെയും യേശു ചെയ്യുന്ന ഒരത്ഭുതങ്ങളും കണ്ടിട്ടില്ല പ്രിയരെ. ആദ്യമായി യേശു കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തത് കാനാവിലെ കല്യാണ വീട്ടിലല്ലേ? പക്ഷെ ആ വിവാഹ വീട്ടിൽ, ആ വിരുന്നു വീട്ടിൽ യേശു ക്രിസ്തു ആര് എന്നറിയാവുന്നത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ്, അത്
മേരിക്ക് മാത്രമാണ്, മറിയത്തിന് മാത്രമാണ്. അവളോടാണ് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷമായി പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരും, ലോകത്തിന്റെ രക്ഷകൻ നിന്നിൽ ജനിക്കുവാൻ ഇടയാകും, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ മാനവകുലത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് എന്ന സത്യം അറിയാവുന്നത് മേരിക്കായിരുന്നു. ആ വെളിപ്പാട് ആ വിവാഹ വീട്ടിലുണ്ടായിരുന്നത് മറിയത്തിനായിരുന്നു. അതുകൊണ്ട് ആ മറിയത്തെയാണ് ഒരത്ഭുതം അവിടെ കർത്താവ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചത്. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ സഭയിൽ അനേകമായിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ഈ ഭാരത രാജ്യത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ, നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ യേശു മതിയായവനാണ്. പക്ഷെ ഒരിക്കലും ഏതെങ്കിലും കെട്ടുകഥകളിലും ആശയങ്ങളിലും മനുഷ്യൻ തരുന്നതായ തിന്മകളിലും ഒന്നുമല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. വ്യക്തമായി, സ്പഷ്ടമായി, ആഴമായി യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളിൽ ഉണ്ടാകുവാനിടയാകട്ടെ. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, അതരങ്ങൾ തുറന്ന്, വായ്കൾ തുറന്ന് ഹല്ലേലൂയ ശബ്ദമുയർത്തി, ഹല്ലേലൂയ ശബ്ദമുയർത്തി യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. സാന്നിധ്യമുള്ള മുറികളിൽ ഇറങ്ങട്ടെ. ദൈവശക്തി ഇവരെ സ്പർശിക്കുവാനിടയായി തീരട്ടെ. ആഴമേറിയ ദൈവിക വെളിപ്പാട് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ നാളുകളെ അറിയുന്ന ദൈവം, നിങ്ങളുടെ അടുത്ത മണിക്കൂറുകളെ അറിയുന്ന യേശു, നിങ്ങളുടെ ഭാവിയെ അറിയുന്ന കർത്താവ്, അവൻ നിങ്ങൾക്കായി അത്ഭുതത്തെ ചെയ്യും. അവൻ നിങ്ങളുടെ ജീവിതത്തെ അവൻ അത്ഭുതമാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതത്തെ അവനൊരു വിടുതലായി തീർക്കും. നിങ്ങളുടെ ശാപങ്ങളെ അവൻ അനുഗ്രഹമാക്കും. നിങ്ങളുടെ പാപ സ്വഭാവത്തിൽ നിന്ന് യേശു നിങ്ങളെ വിടുവിക്കും. യേശുവിനുള്ള വിശ്വാസം നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യും. നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ആർക്കും രൂപാന്തരപ്പെടുത്താത്തതിന്റെ തലമുറകളെ യേശു രൂപാന്തരപ്പെടുത്തും. ക്രിസ്തുവിനുള്ള വെളിപ്പാട് രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവേ, ബെറയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. സൈമൺ, യു ആർ ബ്ലെസ്ഡ്. നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ജഡരക്തങ്ങളല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത്, മതമല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത്, മനുഷ്യനല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത്. ഈ യേശുവിനോടുള്ള ബന്ധം താങ്കൾക്കുണ്ടായത് മതം നിമിത്തമല്ല, ഒരു മനുഷ്യൻ നിമിത്തമല്ല. ഏതെങ്കിലുമൊക്കെ മനുഷ്യരെ, ഞങ്ങളെപ്പോലുള്ളവരെ പ്രസംഗിക്കാൻ, പറഞ്ഞു തരാൻ, ശുശ്രൂഷിക്കാൻ
പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച് കാണും. പക്ഷേ നിങ്ങൾക്ക് ബന്ധമുണ്ടായത് യേശുവിനോടാണ്. ആ ബന്ധമാണ് നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചത്. ആ ബന്ധമാണ് നിങ്ങളിൽ രൂപാന്തരം വരുത്തിയത്. ആ ബന്ധമാണ് നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയത്. ആ ബന്ധമാണ്, യേശു കർത്താവിനോടുള്ള ആ ബന്ധമാണ് നിങ്ങളെ ഇന്നും നിലനിർത്തിയിരിക്കുന്നത്. ഈ മാർച്ച് മാസം 20-ാം തീയതി ഞായറാഴ്ച പകലിൽ ആ കൈകളെ ഉയർത്തി ആ ബന്ധമെന്നിൽ വർദ്ധിക്കട്ടെ, ആ വെളിപ്പാടിനിൽ വർദ്ധിക്കട്ടെ, കർത്താവായ യേശുവിലുള്ള വിശ്വാസം എന്നിൽ വർദ്ധിക്കട്ടെ, അതിന്റെ ആഴങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ പ്രിയരെ, ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭയങ്ങളും മാറിപ്പോകുകയാണ്. ഇത് യേശുവിൻ കൂടുള്ള യാത്രയാണ്. എല്ലാ ഭയങ്ങളും മാറിപ്പോകുകയാണ്. ആ മാറോട് ചാർന്നിരുന്നാൽ പിന്നെ ഭയമില്ല പ്രിയരെ. അൻപേറുന്ന കൈകളാൽ അത്ഭുതകരമായിട്ട് അവൻ നിങ്ങളെ നടത്തും പ്രിയരെ. ഇന്ന് ചില ഭയങ്ങൾ ഉള്ളത്തിൽ നിന്ന് മാറിപ്പോകുകയാണ്. ഏതൊക്കെയോ രോഗങ്ങളെ കുറിച്ചുള്ള ഭയങ്ങൾ ഉള്ളത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ പാനിക് അറ്റാക്കുകളും, എല്ലാ ആങ്സൈറ്റി പ്രോബ്ലംസും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ പാനിക് ഡിസോർഡേഴ്സും യേശുവിന്റെ നാമത്തിൽ ഒട്ടഞ്ഞു വീഴട്ടെ. എല്ലാ ഭയത്തിന്റെ, ആകുലതയുടെ, ഉത്കണ്ഠയുടെ അശുദ്ധാത്മാവും യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശു എൻ്റെ കൂടെ മതി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. ഞാൻ ഈ പാട്ട് പാടാൻ ഉള്ളതിന്റെ കാരണം, പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചില കേൾവികളാൽ, ചില സംഭവങ്ങളാൽ, ചില അനുഭവങ്ങളാൽ ഇങ്ങനെ ഉള്ളം തകർന്ന്, ഹൃദയം ഇങ്ങനെ പേടിച്ച് ഭയപ്പെട്ട്, എന്തൊക്കെയോ വിഷയങ്ങൾ ഓർത്ത് ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുന്ന മക്കളോട് കർത്താവ് പറയുന്നു, താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരുന്നു. നമുക്കറിയാത്ത വഴികൾ നമ്മെക്കുറിച്ചുള്ളത് യേശുവിനറിയാം. നമ്മുടെ നാളുകളെ നമ്മുടെ അപ്പായിക്ക് അറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ അറിയാവുന്ന, അവരുടെ നാളുകളെ അറിയാവുന്ന യേശുവാ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നേ. ആ കർത്താവില നിങ്ങൾ വിശ്വസിക്കുന്നേ. ആ കർത്താവ് പറയുന്നു, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല മോളെ, നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല മോനെ, ദേവദാസനെ, അഭിഷിക്തനെ, നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. കർത്താവിന്റെ ശുശ്രൂഷയിൽ നിന്ന ഒരു കുടുംബം ഇന്നെന്നെ കാണുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളൊരു നല്ലൊരു വർഷിപ്പ് ലീഡറും ഒരു പ്രസംഗകനും ശുശ്രൂഷകനും ഒക്കെ ആയിരുന്നു. പക്ഷെ എവിടെയോ ഏതൊക്കെയോ സാഹചര്യങ്ങൾ, മനുഷ്യർ പറഞ്ഞ ചില ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളെ ഒതുക്കി കളഞ്ഞു. പക്ഷെ ഇന്ന് ഈ സഭായോഗത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുക.
ആ കുടുംബത്തോട് കർത്താവ് പറയുന്നു, ഒറ്റയ്ക്ക് വിടുകയില്ല, യേശു മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചുടുമതി, യേശു എൻ്റെ കൂടെ മതി, അന്ത്യം വരെ ആ ചുടുമതി. ഈ വിശ്വാസത്തിൽ വന്നത് കാരണം, ക്രിസ്തുവിലുള്ള വെളിപ്പാട് ലഭിച്ചിട്ട് ആ ക്രിസ്തുവിലുള്ള വെളിപ്പാടിലേക്ക്, വിശ്വാസത്തിലേക്ക്, വചനസത്യത്തിലേക്ക് വന്നത് കാരണം ഭയങ്കരമായ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒത്തിരി ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവർ. എല്ലാവരും എന്നെ തഴഞ്ഞോ? എല്ലാവരും എന്നെ ഉപേക്ഷിച്ചോ? എല്ലാവരും എന്നെ കളഞ്ഞോ? ഇല്ല. ആര് നിന്നെ മറന്നാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ആര് നിന്നെ കൈവിട്ടാലും കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളെ പഴി പറഞ്ഞവരുടെ മുമ്പിൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ കർത്താവ് നിങ്ങളെ മാനിക്കും. നിങ്ങളോട് മിണ്ടരുത്, തിമായുടെ മകനായ ബർത്തിമായോട് മിണ്ടരുത് എന്ന് പറഞ്ഞവർ ബർത്തിമായ ഒരു അത്ഭുത സാക്ഷിയായി തീരുന്നത് കണ്ടതുപോലെ നിങ്ങളൊരു അത്ഭുത സാക്ഷിയായി മാറുന്നത് കാണും. നിങ്ങളൊരു അത്ഭുതമായി തീരുന്നത് കാണും. കർത്താവേ, എന്റെ ജീവിതത്തെ നിനക്കായി തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുകയാണ്, എന്നോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ലോണുകളൊക്കെ അടയ്ക്കാൻ കർത്താവ് വഴികൾ തുറക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിന്റെ പണികൾ കർത്താവ് പൂർത്തീകരിക്കട്ടെ. നിങ്ങളുടെ ആ കുഞ്ഞിനെ, മകളെ, മകനെ ഓർത്ത്, അവന്റെ പഠനത്തെ, വിദ്യാഭ്യാസത്തെ ഓർത്തുള്ള എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എടുത്തു കളയട്ടെ. എന്റെ നാളുകളെ അറിയുന്ന ദൈവം, എന്റെ നാളുകളെ കാണുന്ന കർത്താവ്, ഹല്ലേലൂയ. അവൻ എനിക്കായി ജീവിക്കുന്നു. അവൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അവൻ അറിയുന്നു. അതൊരു അത്ഭുതമായിരിക്കും. അതൊരിക്കലും എനിക്ക് തിന്മയ്ക്കല്ല, അതെനിക്ക് നന്മയ്ക്കായിരിക്കും. കർത്താവെ, അന്ത്യം വരെ ആ ചൂട് മതി കർത്താവെ. ആ കർത്താവിന്റെ കയ്യിലോട്ടൊന്ന്, യേശുവിന്റെ കരങ്ങളിലോട്ടൊന്ന് കയറിയിരുന്നേ. എല്ലാ ഭയങ്ങളും മെഴുകുതിരി ഉരുകി ഇങ്ങനെ ഉരുകി പോന്ന പോലെ, അതിങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ മെൽട്ടായി ഒഴുകി പോന്ന പോലെ എല്ലാ ആകുലതകളും, ഭയങ്ങളും, ഉത്കണ്ഠകളും എല്ലാം നിങ്ങളെ വിട്ടുപോകുകയാണ്. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. എല്ലാ തലവേദനകളും, എല്ലാ അസ്ഥികളുടെ വേദനകളും, എല്ലാ രോഗാത്മാക്കളും യേശുവിൻ നാമത്തിൽ നിങ്ങളെ വിട്ടുപോകുകയാണ്. താങ്ക് യു ജീസസ്. പ്രിയരെ, ഈ ആഴ്ചയിൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. നാളെ മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുക. ഓൺലൈൻ സർവീസിൽ ലൈവായിട്ട് മീറ്റിംഗുകൾ നടക്കുക. ഇതുപോലെ ലൈവായി സർവീസുകൾ നടക്കുക. നിങ്ങൾ ഈ ആഴ്ചയിലെല്ലാം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തമ്പുരാനോട്, യേശുവിനോട് പറ്റിയിരിക്കാനും ആ ക്രിസ്തുവിലുള്ള വെളിപ്പാടിൽ വർദ്ധിച്ചു വരുവാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. അക്കരങ്ങളൊന്ന് ഉയർത്തി, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവെക്കും, ഒറ്റയ്ക്ക് വിടുകയും